ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ എത്തിയതു മുതൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പലതും നടപ്പാക്കുകയും രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. വിപ്ലവകരമായ തീരുമാനങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. അതിലൊന്നാണ് ഗസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം. ഗസയുടെ കാര്യത്തിൽ വെറും വാക്കല്ല താൻ പറഞ്ഞതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ട്രംപ്. ഗസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പാലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ട്രംപ്. ഗസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന പലസ്തീനികൾക്ക് അറബ് രാജ്യങ്ങളിൽ മികച്ച പാർപ്പിട സൗകര്യം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ പാലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെടും. പാലസ്തീനികൾക്കായി സ്ഥിരം താമസ കേന്ദ്രം ഒരുക്കുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ഗസ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറയുകയുണ്ടായി. അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗസ US ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നായിരുന്നു ട്രംപ് നൽകിയ വാക്ക്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനത്തിനിടെ വൈറ്റ് ഹൗസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഗസയിൽ നിലവിലുള്ള പാലസ്തീൻകാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പൊയ്ക്കോട്ടെ, ഗസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാം. ഗസയ്ക്ക് മേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് US ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുൻപ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഗസയെ ശുദ്ധീകരിച്ച് പലസ്തീൻകാരെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന ആശയം അദ്ദേഹം കഴിഞ്ഞ മാസവും പങ്കുവച്ചിരുന്നു. ജോർദാനും ഈജിപ്തും പലസ്തീൻകാരെ ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് അന്ന് നിർദ്ദേശിച്ചത്. എന്നാൽ ട്രംപിന്റെ തീരുമാനം ഒരിക്കലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച അറബ് രാജ്യങ്ങൾ ട്രംപിനെതിരെ നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. വിവിധ അറബ് രാജ്യങ്ങൾ ചേർന്ന് അടിയന്തര അറബ് ഉച്ചകോടി നടത്തുന്നതിന് തീരുമാനമായി. ഫെബ്രുവരി 27-ന് ഈജിപ്തിൽ വെച്ചാണ് അടിയന്തര അറബ് ഉച്ചകോടി നടക്കുക. ഗസ മുനമ്പിനെ ഏറ്റെടുത്ത് ഒരു കടൽത്തീര നഗരമായി പുനർനിർമ്മിക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായമാണ് അറബ് രാജ്യങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ പ്രാദേശികമായും ആഗോളമായും അപലപിച്ച ശേഷമാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അടിയന്തര ഉച്ചകോടിയിലേക്ക് നീങ്ങുന്നത്. ഗസ ഇപ്പോൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നായിരുന്നു ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ഫലമായി ഗസയിൽ ഇപ്പോൾ അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ബോംബുകൾ കുഴിച്ചിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. സ്ഫോടനങ്ങൾ സംഭവിക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള മറഞ്ഞുകിടക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ഗസ ഏറ്റെടുത്ത് മുഴുവൻ പ്രദേശവും നിരപ്പാക്കുമെന്നും തുടർന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഗസ മുനമ്പിനെ ഒരു കടലോര സുഖവാസ കേന്ദ്രമാക്കി മാറ്റാമെന്നും പശ്ചിമേഷ്യയ്ക്ക് ഇത് വികസനത്തിന്റെയും തൊഴിലുകളുടെയും ഒരു പുതിയ അവസരം ഒരുക്കിത്തരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ അഭിപ്രായത്തിനെതിരെ സൗദി അറേബ്യ അടക്കമുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ കടുത്ത എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ ഗുരുതരമായ സാഹചര്യം പരിഹരിക്കുന്നതിനായി പാലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്കിടയിൽ നടന്ന വിപുലമായ ഉന്നതതല കൂടിയാലോചനകളെ തുടർന്നാണ് ഇപ്പോൾ ഈജിപ്തിൽ വെച്ച് അടിയന്തര അറബ് ഉച്ചകോടി നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. പാലസ്തീനുമായി ബന്ധപ്പെട്ട പുതിയ എല്ലാ സംഭവവികാസങ്ങളെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനത്തിനായി ആവിഷ്കരിക്കേണ്ട പദ്ധതികളെക്കുറിച്ചും അടിയന്തര അറബ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യണമെന്നാണ് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം നിലവിലെ പാലസ്തീൻ പ്രതിസന്ധിയിൽ ഒരു ഏകീകൃത അറബ് നിലപാട് രൂപപ്പെടുത്തുന്നതിനും ഗസയിലെ രക്തച്ചൊരിച്ചിൽ തടയുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. മാനുഷിക സഹായം, വെടിനിർത്തൽ ചർച്ചകൾ, പ്രാദേശിക സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തന്ത്രപരമായ സഹകരണം, പ്രാദേശിക സുരക്ഷ, ഗസയെക്കുറിച്ചുള്ള US നയപ്രസ്താവനകളെക്കുറിച്ചുള്ള ഈജിപ്തിന്റെ ആശങ്കകൾ എന്നിവയുൾപ്പെടെ US-ഈജിപ്ത് ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചകളിൽ ഉൾപ്പെടുത്തും. ഗസയിൽ നിന്ന് പാലസ്തീനികളെ ബലമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഈജിപ്ഷ്യൻ സർക്കാർ എതിർക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിർബന്ധിത കുടിയിറക്കം അസ്വീകാര്യവും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ഈജിപ്ത് ചൂണ്ടിക്കാട്ടുന്നു. പാലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതിന് ഈജിപ്ത് പ്രതിബദ്ധരായിരിക്കുമെന്നും ഈജിപ്ഷ്യൻ സർക്കാർ വ്യക്തമാക്കുന്നു. അതിനിടെ ഇസ്രായേൽ ബന്ദികളുടെ മോചനം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവയ്ക്കുന്നതായി ഹമാസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്നും ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും ആരോപിച്ചാണ് ഹമാസ് നടപടി. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള ഹമാസിന്റെ നീക്കം.
കരാർ പ്രകാരം 3 ബന്ദികളെയാണ് ശനിയാഴ്ച മോചിപ്പിക്കേണ്ടത്. ഹമാസിന്റെ നടപടി കരാർലംഘനമാണെന്നും സൈന്യത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ വ്യക്തമാക്കുന്നു.